പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് സി എയിലേക്ക് എത്താം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒരുപാട് പേര് സി എ എടുക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് സൈനിങ് അതോറിറ്റിയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത്. ഒരു ക്വാളിഫൈ ചെയ്യുന്ന ഒരു സി എക്ക് ഏതർ ദേ ക്യാൻ ഗോ ഫോർ പ്രാക്ടീസ് അല്ലെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ എംപ്ലോയ്മെന്റ്. നിങ്ങൾ പുറത്ത് ചെന്നിട്ട് ഏതൊരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്തും ആമൻ ഇന്ത്യൻ സി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു പ്രസ്റ്റീജ് വേറെ തന്നെയാണ്. സി എൽ എന്തുണ്ട്, നമ്മൾ മാൻഡേറ്ററി ആയിട്ട് 2 years എന്ത് ചെയ്യണം, ട്രെയിനിങ് ചെയ്യണം ഫൈനലിൻ്റെ മുമ്പ്. വൺസ് യു ആർ സി എ മരണം വരെ നിങ്ങൾ ആരാണ്, ചാർട്ടർ അക്കൗണ്ടന്റ് ആണ് അല്ലേ, നോ റിട്ടയർമെന്റ്. മാത്സ് ഓപ്ഷണലായിട്ട് പഠിക്കാത്തൊരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സ് ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇന്ന ബുദ്ധിമുട്ട് ഉണ്ടാവുക, അത് കുട്ടിയൊക്കെ ഒരു ആശങ്ക ഉണ്ടാവുക. ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ പ്ലസ് ടു എക്സാമിനേഷൻ കഴിഞ്ഞു. ചില കുട്ടികൾക്കെങ്കിലും ചില സബ്ജക്റ്റ് ചില ടഫ്നെസ് ഒക്കെ തോന്നിയിട്ടുണ്ട്, കുട്ടികളൊക്കെ ഷെയർ ചെയ്തിരുന്നു. എന്നാലും ചിലർ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്, അതും നല്ല കൃത്യതയോടുകൂടി. പല കുട്ടികളും നമ്മൾ ചോദിക്കും, സാറേ അടുത്ത സ്റ്റെപ്പ് സി എ എന്താണ് സ്ഥിതി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് പല കുട്ടികളും കൊമേഴ്സ് ചേരുമ്പോൾ തന്നെ സി എനെ കുറിച്ച് പാരൻസും നാട്ടുകാരൊക്കെ പറയുന്നത് സി എ ആവാനാണോ കൊമേഴ്സ് എടുത്തതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സി എ എന്ന് പറയുന്ന സ്റ്റെപ്പ് പല കുട്ടികളും ചോദിക്കാറുണ്ട്, എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൈലം കൊമേഴ്സ് പ്രോയുടെ അക്കൗണ്ടൻസി ഫാക്കൾട്ടിയായ സി എ ഷബാബ് സാറാണ്. അപ്പോൾ ഷബാബ് സാറോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്താണോ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളത്, ആ അറിയേണ്ടത് കൃത്യമായി എവിടെ നിന്നാണോ അറിയേണ്ടത് അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് സാറിൻ്റെ എല്ലാ മറുപടിയും നമുക്ക് എന്താണോ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അതിന് വേണ്ടി എല്ലാ മറുപടിയും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ വെൽക്കം ഷബാബ് സാർ. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ചാനൽ നമ്മുടെ പ്ലസ് ടു പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ച അതേ ഡൗട്ടുകൾ സാറിനോട് ഞങ്ങൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ആസ് എ ഫാക്കൾട്ടി എന്നുള്ള രീതിയല്ല, പ്ലസ് ടു സ്റ്റുഡൻസിന് എന്താണ് വേണ്ടത് ആ രീതിയിലേക്ക് ഞാൻ സാറിനോട് ചോദിക്കുക. അപ്പോൾ അതെല്ലാം കൃത്യമായി, എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും സി എ ആണ് സാറ് കംപ്ലീറ്റ് ചെയ്തു. സൈലം സി എയിൽ സാറാണ് അക്കൗണ്ടൻസി കൈകാര്യം ചെയ്യുന്ന അറിയാം. അപ്പം അവിടുത്തെ കുട്ടികൾ സാറ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലസ് ടു കുട്ടികളാണ്. അപ്പം ഒരു പക്ഷേ സാറിൻ്റെ കയ്യിലേക്കായിരിക്കും ആ കുട്ടികൾ വരേണ്ടി വരിക. സോ സി എയും സി എം എയും എസ് സി സി ഒക്കെ നമുക്കുണ്ട്. അപ്പം സി എ കുറിച്ച്, അപ്പം എന്താണ് സി എ, അല്ലെങ്കിൽ അത് ആരാണ് സി എ കാരൻ എന്നുള്ളത് സാറിന് അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. യെസ്, സാർ ചോദിച്ചതിനെ പറയുകയാണെങ്കിൽ സി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നറിയാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓരോ രാജ്യത്തിനും ഒരു അക്കൗണ്ടിങ് ബോഡി ഉണ്ടാവും. ഇപ്പോൾ USA ആണെങ്കിൽ AICP ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഈ ICAI ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്കൗണ്ടിങ് ബോഡി. ഈ അക്കൗണ്ടിങ് ബോഡിയിലെ മെമ്പറാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ICAI ബോഡി നടത്തുന്ന എക്സാംസ് ക്ലിയർ ചെയ്ത് അവർ പറയുന്ന കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നൊരു കാൻഡിഡേറ്റ് ആണ് ആരാവുക, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക. അപ്പോൾ സാധാരണ നമ്മളൊരു ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൻ്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഗ്രാജുവേഷൻ ആണ് കിട്ടുക, അല്ലെങ്കിൽ ഡിഗ്രിയാണ് കിട്ടുക. പക്ഷേ നമ്മൾ CA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോഡിയിൽ മെമ്പർഷിപ്പാണ് കിട്ടുക. പിന്നെ ഈ ICAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പേഴ്സായ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ടാക്സ് ഓഡിറ്റ്, കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്, സർട്ടിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഒരു CA എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാൻ പറ്റുന്നത്. തീർച്ചയായും കുട്ടികൾ ചോദിക്കുക, സാറേ ഒപ്പിനാണല്ലോ പൈസ, അല്ലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സിഗ്നേച്ചറാണ് വാല്യൂ എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അതുപോലെ സാർ ഇപ്പം പറയല്ലോ ഓഡിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനൊക്കെ സാറിന്റെ സിഗ്നേച്ചർ അല്ലേ, സാറിന്റെ സിഗ്നേച്ചർ ആണ് അവിടെ വാലിഡ് ആയി കിടക്കുന്നത്. യെസ്. അപ്പോൾ സിഗ്നേച്ചറിനാണ് ഇമ്പോർട്ടൻസ്. അതിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സിഗ്നേച്ചർ കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പോൾ ഞാനൊരു ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാൻ നോക്കാനുള്ള നോളേജ് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. അല്ലാതെ വെറും ജസ്റ്റ് ഒരു സൈൻ ചെയ്ത് അങ്ങ് വിടുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ CA നമുക്ക് എന്ത് ചെയ്യണം, അത്രയും നോളേജ് നമുക്ക് വേണം. അപ്പോൾ ആ നോളേജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു CA കരിക്കുലത്തിൽ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യേണ്ടത്. ഡീപ്പ് നോളേജ് വേണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോയിട്ട് എക്സ്പീരിയൻസ് വേണം. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യുമ്പോഴേ നമ്മൾ ആരാവുള്ളൂ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുള്ളൂ. അങ്ങനെ ആയാലേ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പം രണ്ട് രീതിയിലാണ് നമുക്ക് കുട്ടികൾ ചോദിക്കാറ് CAക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. അതായത് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് CAയിലേക്ക് എത്താം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പല കുട്ടികളും ആഗ്രഹമായിരിക്കും BCom ഡിഗ്രി എടുക്കണം, BBA ഡിഗ്രി എടുക്കണം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, CA ഒരു പഠനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് വരാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി. അപ്പോൾ അതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ. യെസ്, ഈ ചോദ്യത്തിന് ബാബി സാറേ എനിക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. കാരണം ഈ രണ്ട് റൂട്ടിലൂടെയും പോയ ഒരാളാണ് ഞാൻ പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചതിന് ശേഷം ഡിഗ്രി റെഗുലറായിട്ട് കോളേജിൽ പോയി. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ CA ഫൗണ്ടേഷൻ പാസ്സായി. അപ്പോൾ CA ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് റെഗുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻ്റർമീഡിയറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഡിഗ്രി ഫൗണ്ടേഷനും പിന്നെ ഇൻ്റർമീഡിയറ്റ് ആ റൂട്ടിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. സാറിന് ആ സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ നേരെ
ഇന്റർലേക്ക് പോവാതിരുന്നതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഒന്നും അന്നില്ല. അപ്പോൾ CA എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ടാർഗറ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ സംഭവം ഒരു ഡിഗ്രി ഗെയിൻ ചെയ്യണം. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടും എന്ത് എന്നുള്ളൊരു ക്ലാരിറ്റി ഒന്നും അന്ന് ഞാൻ 2010 +2 ചെയ്യുന്ന സമയത്തൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കോളേജിൽ കാണുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ കുറച്ച് പേർക്കൊക്കെ CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും എൻ്റെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ എനിക്കും എന്തുകൊണ്ടൊരു ട്രൈ ചെയ്തുകൂടാ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ആക്ച്വലി CA ഫൗണ്ടേഷൻ അന്ന് അറ്റംപ്റ്റ് ചെയ്യണത്. അപ്പോൾ അത് പാസ്സായി. പക്ഷേ എൻ്റെ ഡിഗ്രി അന്ന് എൻ്റെ വലിയൊരു ഡ്രീമാണ്. ഞാൻ +2 ഡിഗ്രി ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മാർക്ക് +2 പ്ലാൻ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ആ ഡിഗ്രി തന്നെ ഫുള്ളാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ CA സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൻസറിലോട്ട് ഞാൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഡിഗ്രി മാത്രം പാസ്സായതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ജോലിയിലോട്ട് ഇപ്പം ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തല്ല സാറേ, ഉറപ്പായിട്ടും പോസിബിൾ അല്ല. ചെറിയൊരു സംശയം, പഴയ പോലെ ഡിഗ്രി ഇപ്പൊ 3 വർഷം എന്നുള്ളത് 4 വർഷം, വീണ്ടും ഒരു വർഷം കൂടി കൂട്ടി അതെ അഡീഷണൽ വന്നു. പിന്നെ ഈ 4 വർഷം ഡിഗ്രി വരുമ്പോഴോട്ടും അത് എത്രത്തോളം എംപ്ലോയബിലിറ്റി കൂട്ടുന്നതിനെ പറ്റി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ ബാച്ച് ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല, അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സാർക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് +2 ഡിഗ്രി മാത്രം കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഡിഗ്രി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിവിൽ സർവീസ് വരെയുള്ള ഒരുപാട് ഗവൺമെന്റ് എക്സാംസും, അതൊരു ഡിഗ്രി ഈസ് എ ബേസ് ക്വാളിഫിക്കേഷൻ അല്ലേ. ഒരു ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രൂവൺ അല്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയപ്പെടുക. അപ്പോൾ അത്രേ കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മളൊരു CA പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് വന്നാൽ നമ്മളെല്ലാം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ അവിടെ വലിയ റിസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു CAയുടെ എല്ലാ ലെവൽസിനും ചേർക്കറിയാം, ഒരു 20% പാസ് ആയിട്ടുള്ളൂ. അതെ, അതിലോട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. എനിവേ നമ്മൾ എല്ലാ അറ്റംപ്റ്റും ഒന്ന് പെട്ടെന്ന് എല്ലാ ലെവൽസും നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 4 ഇയേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു CA പാസ്സാവാൻ പറ്റും. വൺസ് നിങ്ങളൊരു CA പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എങ്ങോട്ട് പോകാം, ഒരു കരിയറിലോട്ട്, ജോബിലോട്ടാണ് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാൻ പോകാൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു നമ്മുടെ കരിയറിലെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി റൂട്ടിലൂടെ വന്നപ്പോൾ ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിലാണ് ക്വാളിഫൈ ചെയ്തത്. ചിലപ്പോൾ ഞാൻ ഡിഗ്രി റൂട്ടിലൂടെ അല്ല നേരിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു 23 അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വാളിഫൈ ചെയ്യപ്പെടാം. പക്ഷേ ഡിഗ്രിയുടെ ഒരു വാല്യൂ ഉണ്ട്. ഇതാണ് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, CA എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കരിയറാണ്. ഇതിലോട്ട് 100 പേര് പോയി കഴിഞ്ഞാൽ പാസ്സാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഡിഗ്രി നമുക്ക് 20% ആണ് ഓൺ ആൻ ആവറേജ് എല്ലാ ലെവലിലും, ഫൗണ്ടേഷൻ മുതൽ എല്ലാ ലെവലിലും ഉള്ള ഒരു പാസ് റേറ്റ്. അപ്പോൾ അതിലൊരു റിസ്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ എന്തുണ്ട്, ഇപ്പോൾ നമ്മൾ എല്ലാ ലെവൽ ഓഫ് CAക്കും 3 തവണ എക്സാം ഉണ്ട് ഒരു വർഷത്തിൽ തന്നെ. അപ്പോൾ ഇത്തവണ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു 4 മാസം വെയിറ്റ് ചെയ്ത് വീണ്ടും എക്സാം എഴുതാം, കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു 4 മാസം വെയിറ്റ് ചെയ്യാം. അല്ലാതെ 1 ഇയർ പോവുക, 1 ഇയർ പേപ്പർ ബാക്ക് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും CAയിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് CA പഠിക്കുന്ന കൂടെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിഗ്രി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ CA + ഡിഗ്രി എന്നുള്ളതല്ല, CA എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ജോബ് തരാൻ പോകുന്നത്. അപ്പോൾ BCom നമുക്കൊരു, അല്ലെങ്കിൽ ഡിഗ്രി നമുക്കൊരു ബാക്കപ്പ് ആയിട്ട്, പ്ലാൻ B ആയിട്ട്, ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം കുട്ടികൾ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം പോയല്ലോ എന്ന്, ഒരു വർഷം നമുക്ക് 3 തവണ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഫർ ഉണ്ട് അല്ലേ, എല്ലാ ലെവലും, എല്ലാ ലെവലും നമ്മളൊരു ഒരു എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ 1 ഇയർ പോയി എന്നുള്ളൊരു ചിന്ത മനസ്സിലായി. 4 മാസമേ പോകുന്നുള്ളൂ. 4 മാസമേ കറക്റ്റ് 4 മാസമേ പോകുന്നുള്ളൂ. അതൊരു വലിയൊരു പോയിന്റ് സാറേ. അപ്പോൾ പല കുട്ടികൾക്ക് അത് അറിയില്ല. ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത വർഷമായിരിക്കും എഴുതേണ്ടി വരിക, അപ്പോൾ ഏജ് കൂടി വരില്ല. ആ ഒരു സംഭവം ഇല്ല എന്ന് പറയും. 4 മാസം കൊണ്ട് എഴുതാൻ പറ്റും നമുക്ക്. ഇനിയിപ്പം ഫൗണ്ടേഷൻ എഴുതിയിട്ടാണല്ലോ +2 വരുന്ന സമയത്തുള്ള എക്സാം ക്വാളിഫൈ ചെയ്യണല്ലോ, അതിലെ പ്രധാനമുള്ള വ്യത്യാസം. ഡിഗ്രി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫൗണ്ടേഷൻ വേണ്ട, നേരിട്ട് ഇന്റർമീഡിയറ്റിലോട്ട് കുട്ടികൾക്ക് അതൊരു വ്യത്യാസമാണല്ലോ. അപ്പോൾ +2 കഴിഞ്ഞ് നമുക്കൊരു 1 ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. 3 തവണ എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സേഫായി എന്ന് പറയും. പിന്നെ ഡിഗ്രി നമുക്ക് ഡിസ്റ്റൻസ് ചെയ്യുകയും ചെയ്യാം, കുട്ടികൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാം. നമുക്ക് ആർട്ടിക്കൽഷിപ്പ് ഒക്കെ 2 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ഇയേഴ്സ് ഇവർക്ക് പ്രത്യേകിച്ച് സീരിയസ് ആയിട്ട് എക്സാംസ് ഒന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിയുടെ എക്സാംസ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാം, ഡിഗ്രി നമുക്ക് സെക്യൂർ ആക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേരും അങ്ങനെയാണ് ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് നമുക്കൊരു 100 പേര് വരികയാണെങ്കിൽ അതൊരു 70 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ പിള്ളേരും വരുന്നത് +2 കഴിഞ്ഞ പിള്ളേർ തന്നെയാണ്. മുമ്പൊക്കെ ആയിരുന്നു, ഞാനൊക്കെ പഠിച്ച സമയത്ത് 2010 ആ ടൈമിലൊക്കെയാണ് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒക്കെ പോകുന്ന ഒരു ലെവലിൽ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. PG കഴിഞ്ഞിട്ടൊക്കെ കുട്ടികൾ വരും CAക്ക്. അതൊക്കെ അന്നത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഓരോരുടെ ചോയ്സ് ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് CAക്ക് വന്ന ഒരു പ്രശ്നമില്ല കേട്ടോ, അതിലൊന്നും ഒരു വിഷയമല്ലേ. അത് നമ്മളതിൻ്റെ ഒരു ആംഗിൾ പറഞ്ഞെന്നുള്ളൂ. പഴയ കാലത്തൊക്കെ എനിക്ക് ഓർമ്മ, അതായത് നമ്മൾ +2 കഴിഞ്ഞപ്പോഴൊന്നും ഇതിനെപ്പറ്റി നമുക്ക് കത്തിയിട്ടുണ്ടാവില്ല CA ചെയ്യണം എന്ന്. ഇപ്പോൾ ഡിഗ്രിക്കെല്ലാം പോയി കോളേജിലൊക്കെ എത്തി, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കണ്ട് ഫ്രണ്ട്സിനെ കണ്ട് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കാം എന്തുകൊണ്ട് എനിക്ക് CAക്ക് പോയിക്കൂടാ,
കൊമേഴ്സിൽ ഒരു ഗ്രിപ്പ് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ബികോം ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ അവന് 5 വർഷം ആ കൊമേഴ്സ് സെക്ടറിൽ ഒരു എക്സ്പീരിയൻസ് അവനുണ്ട്, അവൻ മര്യാദക്ക് പഠിച്ചവനാണെങ്കിൽ. അതെ, അപ്പൊ ആ ഒരു ആ ഒരു അഡ്വാൻറ്റേജ് അവന് ഇന്റർമീഡിയറ്റ് ചെയ്യുമ്പോൾ കിട്ടും, അവൻ ആ ഒരു ബൂസ്റ്റ് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്. അത് ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷനും ടേസ്റ്റും പ്രിഫറൻസും സാഹചര്യമൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇതിന്റെ എല്ലാ വശങ്ങളാണ് നമ്മൾ ലൈഫിൽ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ പാട് ഇത്ര ഏജ്, അല്ലെങ്കിൽ ഈ സമയത്ത് കല്യാണം, ഇല്ലേ, ഈ സമയത്ത് ജോബ്, അതൊക്കെ സെറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവർക്കെല്ലാം ടൈം ഡ്യൂറേഷൻ കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊമേഴ്സുകാർക്ക് മാത്രമുള്ളതാണ് CA. അങ്ങനെ ടോക്ക് നമ്മൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചോദിക്കാം നമുക്ക് CA വേണോ എന്നുള്ളത് ചോദിക്കാറ്. പക്ഷേ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒരുപാട് പേര് CA എടുക്കുന്ന ഒരു സമയമാണ് ഇപ്പം. ഈവൺ ഇപ്പോൾ അത് സയൻസ് സ്ട്രീം പഠിച്ച കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് സ്ട്രീം പഠിച്ച കുട്ടി. നമ്മൾ പറയും പഴയ കാലത്തൊക്കെ നമുക്ക് നമ്മൾ A+ന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. കുറഞ്ഞ A+ ഉള്ള ആൾക്കാർ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. ശരിക്കും ആ പാറ്റേണൊക്കെ മാറി. ഇപ്പോൾ സിവിൽ സർവീസ് എയിം ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ അയാൾ എന്തെടുത്തിട്ടുണ്ടാവും, ഫുൾ A+ ആയിരിക്കും, പക്ഷേ അയാൾ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു 2 വർഷത്തെ പഠനത്തിന് ശേഷം ചിലപ്പോൾ കുട്ടിക്ക് ഒരു മൈൻഡ് ഇനിയിപ്പോൾ CAക്ക് പോയാലോ എന്നുള്ള ചിന്തയുണ്ടാവും. അതുപോലെ തന്നെ സയൻസ് എടുക്കുന്ന ഒരു എൻട്രൻസ് എഴുതാനോ ആ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഫുൾ A+ ഉള്ളതുകൊണ്ട് സയൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ സയൻസ് പ്ലസ് ടു കഴിയുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും മൈൻഡിൽ വരാറുണ്ട് ഇനി ഞങ്ങൾ CAക്ക് പോയാലോ എന്ന് ചോദിക്കും. അപ്പം നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ. ഇപ്പോൾ സയൻസുകാർ വരുമ്പോൾ ചിലപ്പോൾ അഡ്വാൻറ്റേജ് പറയാറുണ്ട്, കാരണം മാത്സ് എല്ലാം പഠിച്ച കുട്ടികളുണ്ടാവും. പക്ഷേ ഹ്യൂമാനിറ്റീസുകാർ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു കമ്പാരിസൺ. യെസ്, അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്ട്രീമുകാരും പറയാം. അപ്പോൾ നമ്മൾ 10th ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളാണ്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ സയൻസ് ചൂസ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. പിന്നെ പ്ലസ് ടു അടുത്തൊരു ജംഗ്ഷനാണ്. അപ്പോഴാണ് നമുക്ക് തോന്നിയത് അയ്യോ ഇത് വേണ്ട, അല്ലേ, അതൊരു ഡിസിഷനാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ CAയിലോട്ട് വരുന്ന സമയത്ത് CAക്ക് ഏത് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസുകാർക്ക് വരാം, ഹ്യൂമാനിറ്റീസ് കുട്ടികൾ നമുക്ക് വരാറുണ്ട്, സയൻസുകാർക്ക് വരാം, അവരും നമുക്ക് വരാറുണ്ട്, കൊമേഴ്സുകാർക്ക് വരാം, അവർ നമുക്കുണ്ട്. അപ്പോൾ കൂടുതലുള്ളത് ഒബ്വിയസ്ലി കൊമേഴ്സുകാരാണ്. അപ്പോൾ CA ഫൗണ്ടേഷൻ ലെവൽ പറയുകയാണെങ്കിൽ നമുക്കുള്ള പേപ്പേഴ്സിൽ അക്കൗണ്ടിങ്, ഇക്കണോമിക്സ്, ഈ പേപ്പേഴ്സ് ഇവർ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചതാണ് പ്ലസ് 1 പ്ലസ് 2. അതേപോലെ തന്നെ മാത്സ് കോമേഴ്സ് പഠിച്ചവരാണെങ്കിൽ മാത്സും ഏറെക്കുറെ അവർ പഠിച്ചതാണ്. സയൻസുകാർക്ക് വരുന്ന സമയത്ത് അവർ മാത്സ് മാത്രമേ അവർ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഹ്യൂമാനിറ്റീസിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇക്കണോമിക്സ് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ CA ഫൗണ്ടേഷൻ സിലബസിൻ്റെ ഒരു ബ്യൂട്ടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രം ദ ഡേ 1 നമ്മൾ പ്ലസ് 1 സാറൊക്കെ കുട്ടികളെ പഠിപ്പിച്ചല്ലോ, എവിടുന്ന് വാട്ട് ഈസ് അക്കൗണ്ടിങ്, വാട്ട് ഈസ് ഡെബിറ്റ് ക്രെഡിറ്റ്, അവിടെ തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നത്, പിള്ളേരെ പഠിപ്പിക്കുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് എന്താണ്, സെയിം ആണ്, ഫ്രം ദ വെരി ബേസ് ആണ് നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്കണോമിക്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഫ്രം ദ വെരി ബേസ് ഇവർക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് കൊമേഴ്സുകാരാണെങ്കിലും സയൻസുകാരാണെങ്കിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ കഴിയുന്നതോട് കൂടി തന്നെ ഇവർ മേക്ക് ഓവർ ആയിട്ട് ഇവരെല്ലാവരും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലോട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരു ഈക്വൽ ഫൂട്ടിങ്ങിലോട്ട് ഇവരെല്ലാവരും എത്തും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതായത് സയൻസ് സ്റ്റുഡൻസ് വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്നത് അക്കൗണ്ടൻസി എന്നുള്ള സാധനം പല കുട്ടികളും അല്ലെങ്കിൽ നോൺ കൊമേഴ്സിൽ ഹ്യൂമാനിറ്റീസ് അക്കൗണ്ടൻസി സാറേ. അപ്പോൾ ആ അക്കൗണ്ടൻസി ഫൗണ്ടേഷൻ നമ്മൾ ഫ്രം ബിഗിനിങ് പ്ലസ് 1 നമ്മൾ ABCD പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ, അല്ലാതെ അഡ്വാൻസ് ഒന്നുമല്ല, അത് പഠിപ്പിച്ച് ജേണൽ ലെഡ്ജറെല്ലാം പഠിപ്പിച്ച് ഇങ്ങനെ. അതെ, ഏറ്റവും എവിടുന്നാണ് ഏറ്റവും അടിയിൽ തുടങ്ങാൻ പറ്റുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മളെ പാത്ത് വേ സീരീസ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ്, അതുപോലെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് സബ്ജക്റ്റ് എന്നൊക്കെ ഒന്ന് അവർക്ക് ഇത് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഈ April 10th മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ Xylem CA ചാനലിലൊക്കെ നമ്മൾ ഒരുപാട് അക്കൗണ്ടൻസി ക്ലാസ്സുകളുടെ ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇനി നമ്മൾ പ്ലസ് 2 ചാനലിലും വീഡിയോസ് ഉണ്ട് അക്കൗണ്ട്സിൻ്റെ ഒക്കെ. അതൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്. അതിനൊക്കെ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ മാത്രം മതി. അപ്പോൾ സയൻസ് ആണ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണ്, ഞാൻ എന്ത് ചെയ്യുന്നൊരു പേടിയേ വേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മളിവിടെ Xylem CAയിൽ നടത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വെറുതെ പറയല്ല, കഴിഞ്ഞ നമ്മുടെ റിസൾട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പാസ്സായവരിൽ നമ്മുടെ ഈ സയൻസ് കുട്ടികളും ഹ്യൂമാനിറ്റീസുകാരും ഉണ്ട്. അല്ലാതെ അവരെല്ലാവരും ഫെയിലായി കൊമേഴ്സുകാരാണ് മാത്രം പാസ്സായി പോയത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. നമ്മളിവിടെ വന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സയൻസുകാർക്കാണെങ്കിലും ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു പേടിയും വേണ്ട. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഫൗണ്ടേഷൻ പാസ്സാവുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നം, നിങ്ങൾ സയൻസ് ആണ് ഹ്യൂമാനിറ്റീസ് ആണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ലാണ്ടാവും. ആ ലെവലിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ട് കൊണ്ടുവരും. അത്രേ ഉള്ളൂ ആ ഒരു കാര്യം. അപ്പോൾ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ആയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ കുട്ടികളുണ്ടാവുന്ന ഒരു സ്ഥിരമായിരുന്ന ഡൗട്ട് സാറേ, ഫുൾ A+ കിട്ടിയാൽ നീ CAക്ക് പോടും, കാരണം നിനക്ക് അതിനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ ഒരു 5 A+ കിട്ടിയിട്ടുണ്ടോ, എടാ നീ CAക്ക് പോകണോ, അതിനുള്ള തലനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ A+ന്റെ എണ്ണത്തിലേക്ക് അപ്പുറത്തേക്ക് ടാലന്റ് അല്ലേ അതിൽ ശരിക്കും വേണ്ടത്, അല്ലേ? അതിനുള്ള താല്പര്യവും ടൈം കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു മനസ്സും, അല്ലെ, ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ശരിക്കും വേണ്ടത്. അത് സാർ, അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആക്ച്വലി 10th ഞാൻ 2008 പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 A+ ഉള്ളൂ. പക്ഷേ അപ്പോൾ സാർക്ക് അറിയാം ഇങ്ങനെ എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ടാവുന്നില്ലേ. ഞാൻ എപ്പോഴും പറയും യുവർ റിയൽ സ്റ്റഡി സ്റ്റാർട്ട്സ് ആഫ്റ്റർ +2 എന്ന് പറയും, അല്ലേ? നമ്മൾ 5ാം ക്ലാസ്സിൽ എങ്ങനെ പഠിച്ചു എന്നല്ലേ അല്ല, ലാസ്റ്റ് ഞാൻ എന്ത് പഠിച്ചു. ഇപ്പോൾ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എന്നെ പറയാൻ പോകുന്നത് ഐ എം എ ചാർട്ടേഡ്
ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലേ, ഞാൻ ലാസ്റ്റ് പഠിച്ചത് എല്ലാവരും പറയാൻ പോകുന്നത്. അപ്പോൾ സാറിൻ്റെ ജോലിയിൽ ലാൻഡ് ചെയ്ത് ലാസ്റ്റ് പഠിച്ച കോഴ്സിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മുടെ ഇനി ഈ വീഡിയോ കാണുന്ന മക്കളും അങ്ങനെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ മാറ്ററേ അല്ല. മുമ്പ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെ നല്ലൊരു ബേസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു ഉപകാരം ഉണ്ടാവും. ഇനി ഇല്ലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് നീ വലിയ ഫുൾ A+ മേടിച്ച ആളാണെങ്കിലും ഒന്നും കിട്ടാത്ത ആളാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകാൻ തയ്യാറാണോ, ഐ വെൽക്കം യു ആൾ ടു CA. നിങ്ങൾക്ക് സൂപ്പറായിട്ട് സക്സീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അല്ലാതെ അന്ന് നമ്മൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമല്ല. CA ഈസ് നോട്ട് അബൌട്ട് ബ്രില്യൻസ്, ഇറ്റ്സ് അബൌട്ട് കോമൺ സെൻസ്, ബട്ട് ഇറ്റ് റിക്വയർ ഹാർഡ് വർക്ക് ആൻഡ് പെർസെവറൻസ്. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്നും പഠിച്ചു പോകണം. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ +2 നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ബബി സാറെ ക്ലാസ്സും അതുപോലെ തന്നെ BDNന്റെ ക്ലാസ്സും മുമിൻ സാറെ ക്ലാസ്സൊക്കെ കണ്ട് അല്ലെങ്കിൽ ബാക്കി ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. പക്ഷേ അത് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, അത്ര മതി. പക്ഷേ CA അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ വലിയ വോളിയം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും പഴയത് നമ്മൾ മറക്കും. അപ്പോൾ ഇത് റിവൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. നല്ല രീതിയിൽ എന്താണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്താലേ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയാണ്. അപ്പോൾ ഗ്ലോബലി അല്ലെങ്കിൽ നമ്മൾ എല്ലാ ലെവലിലും ഒരു 20% പാസ് റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സാർക്ക് അറിയാം, 100 പേര് എക്സാം എഴുതാൻ പോയ 80 പേരും ഫെയിൽ ആവാണ് ചെയ്യുന്നത്. എല്ലാ തവണയും എല്ലാ വർഷവും 3 തവണ എക്സാം ഉണ്ട്. അപ്പോൾ എഴുതിയവന് വീണ്ടും എക്സാം എഴുതേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ 3 തവണ എക്സാം വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫേർട്ട് എടുക്കാനൊരു മനസ്സും അതുപോലെ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. അതിന് പണ്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ളതും അല്ലെങ്കിൽ നേടിയിട്ടില്ല എന്നുള്ളതും വലിയൊരു പ്രസക്തമായിട്ടുള്ള കാര്യം അല്ല. ചില പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്പൽ ഉണ്ടാവുമല്ലോ, A+ ഉണ്ട് നീ പോയിക്കോ, അല്ലെങ്കിൽ ഇത്ര A+ ഉള്ളൂ നീ ഇതിന് പോണ്ട ഇതിന് പോയിക്കോ. അപ്പം A+ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് A+ അല്ല, നമ്മൾ നല്ല ഡെഡിക്കേഷനോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സായി പോകും. നമ്മൾ മുമ്പ് എങ്ങനെയെന്നുള്ള ഒരു മാറ്റർ ആയിട്ടുള്ള കാര്യം ഒരിക്കലല്ല. ഇനി അങ്ങോട്ട് പഠിച്ചാലും സൂപ്പറായിട്ട് നമുക്ക് പാസ്സായി പോകാൻ പറ്റും. നമ്മുടെ സൈലം CA-ലൊക്കെ ഇന്ററിൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഫൗണ്ടേഷൻ ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളും മെൻറ്റർഷിപ്പും എക്സാംസും നിങ്ങൾ ആ രീതിയിൽ എക്യൂപ്പ് ആക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു എഫേർട്ട്, നിങ്ങളെ സൈഡിൽ നിന്ന് വേണ്ട എഫേർട്ട്, യുവർ എഫേർട്ട് പ്ലസ് അവർ എഫേർട്ട്, അതാണ് റിസൾട്ട് അല്ലേ. അപ്പോൾ അതിൽ ആ എഫേർട്ട് ഒരിക്കലും ഇപ്പോൾ നമ്മൾ +2-ലൊക്കെ എന്താ വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ എഫേർട്ട് നമ്മളെ ക്ലാസ് കൊണ്ട് നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് ഒരു 20% എഫേർട്ട് ഇട്ട് നല്ല ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ ആ ക്ലാസ് കേട്ട ഓർമ്മയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. CA അങ്ങനെ പറ്റില്ല. നിങ്ങളെ എഫേർട്ടാണ് കൂടുതൽ. നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി തരാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇടാനുള്ളൊരു മനസ്സ് അവർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലോട്ട് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും മാർക്കിൽ ഇപ്പോഴും അല്ലേ CA ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. ചില കുട്ടികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഡൗട്ട്, അപ്പം ജോലി ചെയ്യാൻ പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവും. നമ്മൾ പറയാറുണ്ട് സൈനിങ് അതോറിറ്റിയാണ് ഇന്ത്യയിൽ. പക്ഷേ പല കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും അത് ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ ജോബ്, അതായത് യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയെല്ലാം അത് ഗ്ലോബലി. അപ്പോൾ ആ രീതിയിൽ CAക്ക് എങ്ങനെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത്? നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ബബി സാർ നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും. ഒരു ക്വാളിഫൈ ചെയ്യുന്ന ഒരു CAക്ക് എയ്തർ ദേ ക്യാൻ ഗോ ഫോർ പ്രാക്ടീസ് അല്ലെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാം. അതിലോട്ട് എംപ്ലോയ്മെൻറ്റിലോട്ട് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്ലയുടെ CFO ഒരു ഇന്ത്യൻ ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ടെസ്ല നമുക്ക് റേറ്റ്സിനോടെ ഇന്ത്യൻ കമ്പനി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള ഡ്രൈവർ ആൾ US പോയിട്ട് ഡ്രൈവ് ചെയ്യും, ബ്രിട്ടനിൽ പോയി ഡ്രൈവ് ചെയ്യും. പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ ഒരു ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്ലോബലി എല്ലായിടത്തും ഉള്ളത് എന്താണ്, എല്ലാ ബിസിനസ്സും റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും എന്തുണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സിൽ സം ഡിഫറൻസസ് വിൽ ബി ദർ, പക്ഷേ എല്ലായിടത്തും എന്താണ്, അക്കൗണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സിലബസാണ് നമ്മൾ CAക്ക് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സിലബസ് പഠിച്ച് പാസ്സാവുന്ന ഒരാളാണ് ആര്, ഒരു ഇന്ത്യൻ ചാർട്ടർ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഓഫ് കോഴ്സ് പുറത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 2018 പാസ്സാവുന്ന സമയത്ത് എൻ്റെ കൂടെ പാസ്സായ 70% ആളുകളും GCC കൺട്രീസിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്കൗണ്ടിങ് ബോഡിയാണ് ICI. അപ്പോൾ നിങ്ങളൊരു ചാർട്ടർ അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ യു ആർ വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ പുറത്ത് ചെന്നിട്ട് ഏതൊരു കമ്പനീൻ്റെ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്തും ആമൻ ഇന്ത്യൻ CA എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു പ്രസ്റ്റീജ് വേറെ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്ലോബലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ നമ്പർ 1 ആണ് ഫിനാൻസ് സെക്ടറിൽ CA, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഗ്ലോബലി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. GCC കൺട്രീസിലാണെങ്കിലും യൂറോപ്പ് കൺട്രീസിലാണെങ്കിലും എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലായിടത്തും അക്കൗണ്ട്സ് സെയിം ആണ്. സം ഡിഫറൻസസ് വിൽ ബി ദർ. അതല്ലാതെ ടാക്സ് എല്ലായിടത്തും ടാക്സ് ഉണ്ട്, പക്ഷേ ടാക്സ് ലോസിൽ എന്തുണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യയിലെ ടാക്സ് ലോസിലും അക്കൗണ്ട്സിലും കോസ്റ്റിംഗിലേക്ക് എക്സ്പെർട്ട് ആവുന്ന സമയത്ത് യു ആർ എ ഗ്ലോബൽ പ്രൊഫഷണൽ ടു. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. അതായത് CA നമ്മൾ രണ്ട് രീതി പറയാം. ഒന്ന് എംപ്ലോയ്മെൻറ്റ്, കാരണം ഞാൻ പല പരസ്യങ്ങളും കാണാറുണ്ട്. അപ്പം ചില ഒരു പോസ്റ്റ് വരുന്നു, അത് താഴെ ക്വാളിഫിക്കേഷൻ CA, നമ്മൾ MBA കഴിഞ്ഞാൽ അല്ലെങ്കിൽ BCom കഴിഞ്ഞാലൊക്കെ കാണുന്നുള്ള പോലെ
അപ്പോൾ ഒരു ആസ് എൻ എംപ്ലോയി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ. അപ്പം ഇത് രണ്ടും നമ്മൾ കാണാറുണ്ട്. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സാലറീഡ് ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അതേസമയം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ CAയുടെ ബോർഡ് വെച്ചിട്ട് അവിടെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ഒരു 10-12 ജോലിക്കാരുണ്ടാവും അല്ലേ, സ്റ്റാഫ് ഉണ്ടാവും, അവിടെ കൂടെ ഒരു CAക്കാർ ഇരിക്കുന്നുണ്ട്. ആ പ്രാക്ടീസ് എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും? ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ അക്കൗണ്ടിങ് ബോഡിയിൽ മെമ്പറാണല്ലോ CA. അപ്പോൾ ഇന്ത്യയിൽ ഒരു CAക്കാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തൊട്ട് മുന്നേ മെൻഷൻ ചെയ്തു, കമ്പനി ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, അതുപോലെ സർട്ടിഫിക്കേഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ സാർക്ക് യൂറോപ്പിക്ക് പോകണം. അപ്പോൾ യൂറോപ്പിക്ക് പോകണമെങ്കിൽ സാറിൻ്റെ അസറ്റ് എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം. ഈ അസറ്റ് വാല്യൂ ചെയ്ത് സർട്ടിഫൈ ചെയ്യേണ്ട ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അത് ചാർട്ടർ അക്കൗണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CAക്കാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലയൻസിനെ സെർവ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, CA ഇൻ പ്രാക്ടീസ്. ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടേഴ്സിന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നോക്കും. ഇനി ആൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, അവിടെ വരുന്ന ആളുകളെ നോക്കാമല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് എന്ന് പറയും. കമ്പനി ഹോസ്പിറ്റലിൽ പോയിട്ട് ആളവിടെ ഒപ്പിൽ ഇരുന്നിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, എംപ്ലോയ്മെന്റ് എന്ന് പറയും. ഇതാണ് ഡിഫറൻസ്. ഇനി സൈനിങ് അതോറിറ്റി എൻജോയ് ചെയ്യുന്ന ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഉള്ള ചാർട്ടർ അക്കൗണ്ടന്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടർ അക്കൗണ്ടന്റ് ആണ് സൈനിങ് അതോറിറ്റി ഉണ്ടാവുക. ഹി വിൽ ബി ഹോൾഡിംഗ് COP, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്ന CAക്കാരാണ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, സാർ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് പോകാം. ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെയാണ് നിങ്ങൾ CA ക്വാളിഫൈ ചെയ്ത ശേഷം എംപ്ലോയ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങളെ പോസ്റ്റിംഗ് വരെ തന്നെ ഒരു മാനേജർ സ്കെയിലാണ്. അപ്പോൾ ആ മാനേജർ സ്കെയിലിലെ പേയ്മെന്റും പെർക്വിസിറ്റ്സും ബെനിഫിറ്റ്സും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഏതൊരു കമ്പനീൻ്റെയും ഫിനാൻസ് ഹെഡ് ചെയ്യുന്ന ടോപ്പ് മോസ്റ്റ് ഫിനാൻസ് പോസ്റ്റിൽ ഉണ്ടാവുക CFO ആയിരിക്കും, ചീഫ് ഫിനാൻസിങ് ഓഫീസർ. ഈ ചീഫ് ഫിനാൻസിങ് ഓഫീസറൊക്കെ ഇന്ത്യയിലുള്ള മെജോറിറ്റി കമ്പനീസിൻ്റെയും ആരാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതെ, അപ്പോൾ ഇതാണ് എംപ്ലോയ്മെന്റിന്റെയും അതുപോലെ തന്നെ പ്രാക്ടീസിന്റെയും ഒരു ഓപ്പർച്യൂണിറ്റി. പ്രാക്ടീസ് നമുക്ക് ഒരേ സമയത്ത് ഡിഫറെന്റ് കമ്പനീസും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിനും നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 50 കമ്പനീസ് ഉണ്ടെങ്കിൽ ആ 50 കമ്പനീസിന്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് അവർ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുക, ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റാഫ് ഉള്ളത്. അതെ, ഒരു മാൻ പവറോട് ഇതെല്ലാം നടക്കില്ല. അപ്പോൾ അവർ ചില കമ്പനിയിലേക്ക് അയച്ചിട്ടൊക്കെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതെ, ഔട്ട് ഓഡിറ്റിനൊക്കെ പോകുന്നത് ഒരു ടീമിന് ആ കമ്പനിയിലേക്ക് അയക്കുന്നു, ഒരു ടീമിന് ഈ കമ്പനിയിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് ഓഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് സാർ സൈൻ ചെയ്യുന്നു. അതെ, അതിന്റെ ഒരു ക്ലിയർ കട്ട് പിക്ചർ തരാണെങ്കിൽ എല്ലാ CA സ്റ്റുഡൻസും ഇന്റർമീഡിയറ്റിന് ശേഷം 2 years മാൻഡേറ്ററി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക അണ്ടർ എ പ്രാക്ടീസിംഗ് ചാർട്ടർ അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഈ പ്രാക്ടീസിംഗ് ചാർട്ടർ അക്കൗണ്ടന്റ് സ്റ്റാഫായിട്ട് വെക്കുന്നുണ്ടാവുക ഈ ആർട്ടിക്കിൾസിനെയാണ്, CA സ്റ്റുഡൻസിനെയാണ്. ഏത് CA സ്റ്റുഡൻസിനെ, സെക്കൻഡ് ലെവലായ ഇന്റർമീഡിയറ്റും പാസ്സായ CA സ്റ്റുഡൻസിനെ. അവർ ഈ 2 വർഷം എന്ത് ചെയ്യണം, ഒരു പ്രാക്ടീസിംഗ് CAയുടെ ഓഫീസിൽ വർക്കുകൾ ചെയ്യണം. അപ്പോൾ ഏതൊരു CA സ്റ്റുഡൻറ്റും 2 വർഷം ഒരു CA ഓഫീസിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യണത്, പാസ്സായി വരുന്നത്. അതെ, ജോലി പഠിച്ചു. അതെ, വർക്ക് പഠിച്ചു. അപ്പോൾ നമ്മൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിന്റെ കേസിൽ MBBS കഴിഞ്ഞിട്ടാണ് ഹൗസ് സർജൻസി അല്ലേ, അതുപോലെ എഞ്ചിനീയേഴ്സിന് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം ഒന്നും ഇല്ല. പക്ഷേ CA എന്തുണ്ട്, നമ്മൾ മാൻഡേറ്ററി ആയിട്ട് 2 years എന്ത് ചെയ്യണം, ട്രെയിനിങ് ചെയ്യണം ഫൈലിന്റെ മുമ്പ്. എന്നിട്ട് മാത്രമേ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഫ്രഷർ തന്നെ ആക്ച്വലി 2 years എന്തുള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതാണ് CAയുടെ കോഴ്സിന്റെ ഒരു ബ്യൂട്ടി. ഓക്കെ. ഇനി സാറേ, അപ്പോൾ CA എടുക്കാൻ കൂട്ടി ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു, +2 കഴിഞ്ഞിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഒരു കൊമേഴ്സുകാരൻ അല്ലെങ്കിൽ സയൻസുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരനായിക്കോട്ടെ, എനി സ്ട്രീം അയാളിപ്പം തീരുമാനിച്ചു വിചാരിക്കാം. അപ്പോൾ ഏതൊക്കെ ലെവൽസിലൂടെയൊക്കെയാണ് അയാൾ പോകേണ്ടത്? ഇപ്പം നമുക്ക് ഫൗണ്ടേഷൻ നമുക്കറിയാം, ഇന്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫൈനൽ എന്നാലും അതിൻ്റെ ഡ്യൂറേഷൻ അതൊന്നും ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ. നമ്മൾ ഫൗണ്ടേഷനിൽ നമുക്ക് 4 സബ്ജക്ട്സ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ ഇക്കണോമിക്സ്, പിന്നെ ബിസിനസ് ലോ, അതുപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ലോ ആണ് കുട്ടികൾക്ക് അധികം ടഫ് ആണ് പറയാറ്. കുട്ടികൾ പറയാറുണ്ട്, സാറേ ലോ ആണ് പ്രശ്നം. അഥവാ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ആകുന്ന കുട്ടികൾ ലോ ആണ് പോയതെന്ന് പറയാറുണ്ട്. കാരണം അവർ +1 +2 ഒന്നും ഇത് ടച്ച് ചെയ്തിട്ടില്ല, അവർക്ക് ആ സബ്ജക്ട് അറിയില്ല. പിന്നെ ലോന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചാൽ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വായിച്ചു നോക്കി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ലാംഗ്വേജ് ഡിഫറൻറ്റ്. അതെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നിടത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി ലോ കുട്ടികൾക്ക് ടഫാണെന്ന് പറയാനുള്ള ഒരു കാരണം. പക്ഷേ അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ് ലോയിൽ. കാരണം ഒരു തിയറി പേപ്പർ ആവുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞാൽ മാത്രം പോരാ. അതെ, കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, അത് പേപ്പറിൽ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അത് വരുന്നത് വേറൊന്നും ആവാൻ പാടില്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി ലോയിലുള്ളത്. പക്ഷേ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഫൗണ്ടേഷൻ സബ്ജക്ട്സ്, നമുക്ക് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ലോയും ഡിസ്ക്രിപ്റ്റീവാണ്. ഇത് തന്നെ വേണം നമ്മൾ 100 മാർക്സിൻ്റെ പേപ്പേഴ്സാണ്. മാത്തമെറ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക്സും ഒബ്ജക്റ്റീവാണ്, മീൻസ് MCQ പേപ്പറാണ്, MCQ ആണ് വിത്ത് നെഗറ്റീവ് മാർക്കിംഗ്. ഇതാണ് ഫൗണ്ടേഷനിലോട്ട് വരുന്നത്. ഈ ഫൗണ്ടേഷൻ സബ്ജക്റ്റ് തന്നെ ഇക്കണോമിക്സും മാത്സും അവിടെ തീർന്നു. ഇനി ലോയും അക്കൗണ്ട്സ് മാത്രമേ അടുത്ത ലെവലായ ഇന്റർമീഡിയറ്റിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇന്റർമീഡിയറ്റിലോട്ട് വരുന്ന സമയത്തും ഇവിടെ അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ ലോ ഉണ്ട്, പിന്നെ കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്,
ടാക്സുകൾ അവരെന്നെ കേട്ടിട്ടുണ്ടാവും, ഇൻകം ടാക്സ്, GST എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടാക്സുകൾ നമ്മുടെ സിലബസിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു CAയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗിലാണ്. അപ്പോൾ ഓഡിറ്റിംഗ് പേപ്പർ ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് നമുക്ക് 6 പേപ്പറുള്ളത്. ഓരോ ഗ്രൂപ്പുകളായിട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 3 പേപ്പറിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിലെ എല്ലാ പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് ആണ്. എല്ലാ പേപ്പറിൻ്റെ 100 മാർക്സിലും 30% മാർക്സ് എന്താണ്, MCQs ആണ്, വിത്തൗട്ട് നെഗറ്റീവ് മാർക്കിംഗ് MCQs ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, 2 ഇയേഴ്സ് ആർട്ടിക്ഷിപ്പിന് പോകണം. 2 ഇയേഴ്സ് ആർട്ടിക്ഷിപ്പിന് പോകുന്നതിന് മുമ്പായിട്ട് ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവണം. പിന്നെ അതുപോലെ തന്നെ 2 ഇയേഴ്സ് ആർട്ടിക്ഷിപ്പ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചു, ഒരു പ്രാക്ടീസിങ് CA അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിത്ത് സ്റ്റൈപ്പൻ. നമുക്ക് സ്റ്റൈപ്പൻ ഉണ്ടാവും, ആ ഒരു ഓഫീസിൽ നമുക്ക് സ്റ്റൈപ്പൻ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് SPOM എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു 4 സബ്ജക്ട്സ് ഉണ്ട്. അത് നമ്മുടെ കൺവീനിയൻസിന് നമുക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ എക്സാം എഴുതിയാൽ മതി. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്ഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ എക്സാം എഴുതാം. ഈ ഫൈനൽ എക്സാമിലും ഇന്ററിൽ പഠിച്ച പേപ്പേഴ്സിൻ്റെ അഡ്വാൻസ് ലെവൽ തന്നെയാണ് ഫൈനൽ എക്സാമിന് വരുന്നത്. കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 6 പേപ്പേഴ്സ് 2 ഗ്രൂപ്പായിട്ട് എഴുതാം. പാസ്സാവാൻ വേണ്ടി ഡയറക്റ്റ് 50% മാർക്ക് വേണം. ഓരോ പേപ്പറിലും മിനിമം 40% മാർക്സും വേണം. പിന്നെ നെഗറ്റീവ് മാർക്സിങ്സ് ഒന്നുമില്ല MCQയിൽ. ഈ ഫൈനലിലെ 6 പേപ്പറിലും 30% എന്താണ്, MCQs ആണ്. ഈ ഫൈനലും പാസ്സായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ചാർട്ടർ അക്കൗണ്ടൻ്റ് ആയിട്ട് മാറും. നമ്മളെ ആ ഒരു ICAയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഒരു യുണീക്ക് രജിസ്റ്റർ നമ്പർ നമുക്ക് തന്നിട്ട് നമ്മളെ മെമ്പറായിട്ട് അതിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിൽ നമുക്ക് അതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് COP എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയ്മെന്റിലോട്ട് പോകാം. ഇതാണ് ഇതിന്റെ ഒരു ലെവലുകളെ പറ്റി പറയുന്നത്. അതെ അതെ. അപ്പോൾ ഈ ഡ്യൂറേഷൻ ആണ് സാറേ പ്രശ്നം. അപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി ഇല്ലാണ്ടായി പോകുന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ പാസിംഗ് പേഴ്സൻറ്റ് പറയുമ്പോൾ കുട്ടിക്ക് പേടി, ആ ഒരു ടെൻഷൻ പേരൻസിന് കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, കുറച്ച് എമൗണ്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പോൾ പേരൻസ് പേടിയുണ്ട്. ചില കുട്ടികൾക്ക് ധൈര്യക്കുറവുണ്ട്, കാരണം എടുത്താൽ കിട്ടുമോ, കാരണം ഫുൾ മാർക്കെല്ലാം ഉണ്ടാവും. അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് +2 നേടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 90 above നേടിയിട്ടുണ്ടാവും. എന്നാലും CAക്ക് പോകാൻ ഒരു ധൈര്യക്കുറവ് ഇപ്പോഴും കുട്ടികൾക്ക്, ചില കുട്ടികൾക്കുണ്ട്. ധൈര്യത്തോടെ വരുന്ന കുട്ടികളുണ്ട്, നല്ലപോലെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പേടി ഇവരെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല പാരൻസിൻ്റെ. അതിൽ എനിക്ക് പറയാനുള്ള ചിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ലൈക്ക് 2010 മുതൽ 2020 വരെ അപ്രോക്സിമേറ്റ്ലി ഒരു 10 lakh പ്ലസ് ആളുകൾ CAക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ആ ഒരു പീരീഡിൽ CAക്കാരായിട്ട് ക്വാളിഫൈ ചെയ്ത, ആ ഒരു 10 വർഷത്തിൽ CAക്കാരായിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം 1 lakh പ്ലസേ ഉള്ളൂ. അപ്പോൾ കാരണം ഞാൻ ഈ ഫാക്ട് പറയാനുള്ള കാരണം ഞാൻ പഠിച്ചൊരു പീരീഡ് ആ ഒരു 10 years, ആ ഒരു ഡെക്കേഡാണ്. അപ്പോൾ ഇതാണ് CAയുടെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടു ബി വെരി സ്പെസിഫിക്, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിൽ 4 ലക്ഷം ചാർട്ടർ അക്കൗണ്ട്സ് ഉള്ളത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്കറിയാം, എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും, എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. ഇന്ത്യയിൽ ആകെ ചാർട്ടർ അക്കൗണ്ട്സിൻ്റെ എണ്ണം 4 ലക്ഷമാണ്. ചാർട്ടർ അക്കൗണ്ടൻറ്റ് സ്റ്റുഡൻസിന് എടുക്കുകയാണെങ്കിൽ അതൊരു 8 lakh to 10 lakh അപ്രോക്സിമേറ്റ്ലി അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് അങ്ങനത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓരോ ലെവൽസിലും എന്താണ്, അതിന് ടഫ്നെസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് പാസ്സായി വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നമുക്ക് പാസ്സായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒറ്റ കാര്യം പാരൻസ് ഒക്കെ ശ്രദ്ധിക്കണം വെച്ചാൽ, എൻ്റെ മോൻ അപ്പോൾ ഫുൾ A+ 10th, ഫുൾ A+ 12th, അപ്പോൾ CA ഫൗണ്ടേഷൻ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വീഴാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ വിചാരിക്കും അയ്യോ വാട്ട് ഹാപ്പൻ ടു മൈ സൺ അല്ലേ, അങ്ങനെയല്ല, അടുത്ത അറ്റംപ്റ്റിൽ വീണ്ടും എഴുതണം. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഞാനൊരു CA എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് മീ സാർ എത്ര അറ്റംപ്റ്റ് എടുത്തു അല്ലേ. എൻ്റെ കുട്ടികൾ മാത്രമേ ചോദിക്കാറുള്ളൂ, കാരണം അവർക്ക് അത് അറിയാൻ താല്പര്യമുണ്ട്. അല്ലാതെ എൻ്റെ ക്ലയൻസ് എന്നോട് ചോദിക്കൂല അല്ലേ. വൺസ് എ CA CA നമ്മൾ ഡോക്ടറോട് പോയിട്ട് നിങ്ങൾ എത്ര വർഷം എടുത്താൽ ഡോക്ടർ ആയത് ചോദിക്കുമല്ലോ. അതെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി അസുഖം മാറിയാൽ മതി, അതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു CA ആവുന്ന സമയത്ത് യു ആർ എ CA ഫോർ എവർ അല്ലേ. നിങ്ങളൊരു ഗവൺമെന്റ് സർവൻറ്റ് ആവുന്ന സമയത്ത്, നിങ്ങൾ സിവിൽ സർവീസ് ആണ്, IAS ആണെങ്കിൽ നിങ്ങൾ 60th ഇയറിൽ നിങ്ങൾ റിട്ടയർ ആവണം. ബാങ്ക് മാനേജർ ആണെങ്കിൽ ആ ടെനർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാങ്ക് മാനേജർ അല്ല. പക്ഷേ വൺസ് യു ആർ എ CA, മരണം വരെ നിങ്ങൾ ആരാണ്, ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണ് അല്ലേ, നോ റിട്ടയർമെൻറ്റ് ഏജ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ 1-2 തവണയൊക്കെ പല സ്റ്റേജിലും വീണ് പോവാം. പക്ഷേ നമുക്ക് ഇത് പാസ്സാവാനുള്ളതും അതുപോലെ തന്നെ ഈ കോഴ്സ് എനിക്ക് വേണ്ടതാണെന്നുള്ളതും ഇത് എൻ്റെ കരിയറാണെന്നുള്ള ബോധം നമുക്കുണ്ടായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിന് ട്രൈ ചെയ്യണം. അത് കൊണ്ടേ പോകുന്നുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടില്ലെങ്കിൽ ഇഫ് നോട്ട് ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റാണ് ഓരോ CAക്ക് വരുന്ന കുട്ടിക്കും ഉണ്ടാവേണ്ടത്, ആ CAക്ക് പറഞ്ഞേക്കുന്ന പാരൻസിനും എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ ഈ ലെവൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സും അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം, അല്ലെ ജോബ് ഓപ്പർച്യൂണിറ്റി പഠിച്ചതിന് ശേഷം ഒരു +2 കഴിഞ്ഞൊരു കുട്ടി ഡിസൈഡ് ചെയ്യുകയാണ്, ഞാൻ ഒരു CA കാരനാവാൻ തീരുമാനിച്ചു. ടു ബിഗിനിങ് ഫസ്റ്റ് സ്റ്റെപ്പ് അയാൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്?
ഞാൻ പറഞ്ഞു CA കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത്. അതിനാണല്ലോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ Xylem CA യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ നമ്മുടെ Xylem കൊമേഴ്സിൻ്റെ ഒക്കെ ചാനലുള്ള പോലെ തന്നെ Xylem CA യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിലെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CA കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. CA ക്ലാസ്സുകളുണ്ട്. ദാറ്റ്സ് ആക്ച്വലി എ റിസോഴ്സ് ഹബ്ബ്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ ഫ്രീ ടൈമാണ് അവർക്കൊക്കെ, വെക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു CA നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇതിനെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാറേ നമ്മളൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ CAയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും നല്ല ക്ലാസ്സുകൾ കിട്ടുക എന്നുള്ളതാണ്. ആ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൺസെപ്ച്വലി എല്ലാം മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ എക്സാം പാസ്സായിട്ട് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വലിപ്പമോ മറ്റൊന്നുമല്ല, മറിച്ച് എന്താണ്, ഇറ്റ്സ് അൺഡൗട്ടഡ്ലി ദ ക്ലാസ്സസ് അല്ലേ. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബെസ്റ്റ് ക്ലാസ് ഉണ്ട് നിങ്ങൾ എൻഷുർ ചെയ്യുക. Xylem CA ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു Xylem CA ചാനലിൽ ഇഷ്ടം പോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. അങ്ങനെ ഏറ്റവും നല്ല ക്ലാസ്സുകളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ ഞാൻ കാണാറുണ്ട്, സാറിൻ്റെ മെറ്റീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്. അപ്പോൾ നമ്മുടേതായ മെറ്റീരിയൽ. അതെ. Xylemത്തിൽ ഏത് ലെവലിൽ ഇൻ്റർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവും. അത് കൂടാതെ നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ മെറ്റീരിയലും വർക്ക് ബുക്കും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ സാർമാർ ക്ലാസ് എടുത്ത് പോകാൻ മാത്രമല്ല, ഓരോ വീക്കിലിയും അതുപോലെ തന്നെ മന്ത്ലിയും നമ്മൾ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും, അസസ് ചെയ്യും അവരുടെ പെർഫോമൻസ്. അതുപോലെ മെൻറ്റേഴ്സ് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസിന്. അങ്ങനെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ഓലെ നമ്മൾ പഠിപ്പിക്കുന്നത് ആക്ച്വലി. അതുപോലെ തന്നെ സാറേ എനിക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട ഡൗട്ട് ഉണ്ട്. അതായത് നമുക്കൊരു കോസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഒരു കുട്ടീനെ നമുക്ക് CA പറഞ്ഞേക്കുമ്പോൾ പാരന്റിന് ഒരു ആശങ്ക ഉണ്ടാവും, ഞാൻ എൻ്റെ പോക്കറ്റിൽ എത്ര ചിലവാകും, എത്ര പൈസ മൊത്തം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പലപ്പോഴും പറയുന്നത് CA കുറേ വർഷം എടുക്കുന്നുണ്ട്, അപ്പോൾ ഫെയിൽ ആകുന്നുണ്ട്, പിന്നീട് ഒരു വർഷം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു 4 വർഷം 5 വർഷം എന്നുള്ള സ്റ്റഡീസിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്തെല്ലാം തീർച്ചയായും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ICA രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, എക്സാം രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, കോഴ്സ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും കോച്ചിങ് സെൻറ്റർ പോകുകയാണെങ്കിൽ അവിടെ ഒരു ഫീ കൊടുക്കണം. അപ്പോൾ ഒരു പാരൻ്റ് എന്ന രീതിയിൽ എന്തായാലും കുട്ടിയും മനസ്സിലാക്കേണ്ടതാണ് എത്രയാണ് ഒരു കോസ്റ്റ്, ഏകദേശം ഒരു കോസ്റ്റ് നമുക്ക് എത്ര കണക്കാക്കാം? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICAക്ക് കൊടുക്കുന്ന ഫീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കോച്ചിങ്ങിന് കൊടുക്കുന്ന ഫീസും വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരുന്ന ഫീസുകൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. അത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് കോഴ്സ് രജിസ്ട്രേഷൻ ഫീസും ഒന്ന് എക്സാം ഫീസും. അപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും ഇൻ്റർ ആണെങ്കിലും ഫൈനലാണെങ്കിലും നമ്മൾ ആദ്യം കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 9,000 ആണ്. ഇൻ്ററും ഫൈനലും ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അതൊരു 20 വെച്ച് വരും. ഇൻ്ററിനും ഫൈനലിനും നമുക്ക് 20 വെച്ച് വരും. ഒരു പ്രാവശ്യം അതെ, വൺസ് ചെയ്താൽ മതി. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ 4 months പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതുക. അപ്പോൾ നമ്മൾ ഏത് ഫീസ് അടക്കണം? എക്സാം ഫീസ് അടക്കണം. അതൊരു 1,500 ആ റേഞ്ചിൽ പെർ പേപ്പർ അല്ല, ടോട്ടൽ അത്രേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എക്സാം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് മാത്രമേ അടക്കേണ്ടുള്ളൂ? നമ്മൾ എക്സാം ഫീ മാത്രമേ അടക്കേണ്ടുള്ളൂ. കോഴ്സ് ഫീ വീണ്ടും എന്ത് ചെയ്യണം? അതെ, നമുക്ക് ഒരു 5 year വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ വാലിഡിറ്റി റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ 5,000 അല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കണ്ട, ചെറിയൊരു നോമിനൽ എമൗണ്ട് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ നമുക്ക് എക്സാമിന്റെ കൗണ്ട് ആയിട്ട് പറയണ്ട, കോഴ്സ് ഫീ വൺസ് അടച്ചാൽ മതി. പിന്നെ നമ്മൾ ഇനി ആ ലിമിറ്റ് എക്സീഡ് ചെയ്താലും നമ്മളൊരു നോമിനൽ ആയിട്ടുള്ള 500 1000 രൂപ നമ്മൾ ജസ്റ്റ് റിന്യൂവൽ ചാർജ് കൊടുത്താൽ മതി. അല്ലാതെ ഇനീഷ്യൽ അടച്ച 9,000 വീണ്ടും എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. പിന്നെ ഇന്റർലോട്ട് വരുമ്പോഴും ആദ്യം നമ്മൾ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു 20 കറക്റ്റ് ഫിഗർ ഞാൻ പറയുന്നില്ല, ഒരു 20,000 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാം ഫീസ് വരും, അതൊരു 3,000 അപ്രോക്സിമേറ്റ്ലി വരും. അപ്പോൾ എക്സാം ഫെയിൽ ആയാൽ വീണ്ടും ഈ 3,000 മാത്രം കൊടുത്താൽ മതി. പിന്നെ എല്ലാ പേപ്പറിനും കൂടെ കേട്ടോ, അല്ലാതെ പെർ പേപ്പർ അല്ല. അതുപോലെ തന്നെ ഫൈനലിലോട്ട് പോകുന്ന സമയത്തും ഇങ്ങനെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു ആർട്ടിക്കൽഷിപ്പ് 2 years വിത്ത് സ്റ്റൈപ്പൻഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഏർണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ കോച്ചിങ് നമ്മൾ പോകുമ്പോൾ, ഇന്ററിൻ്റെ കോച്ചിങ് നമ്മൾ പോകുമ്പോൾ, ഫൈനലിൻ്റെ കോച്ചിങ് നമ്മൾ പോകുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് അവിടെ എന്തുണ്ടാവും, കോച്ചിങ് ഫീ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണം. അതെ, ഫോൺ കോൾ അതെല്ലാം അവൈലബിൾ ആവും. അത് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ് എല്ലായ്പ്പോഴും മോർ ഓർ ലെസ് എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട്
ബബി സാറേ, നമ്മുടെ CA ഇന്റർ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ICAI തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന ഒരു ലെവൽ ഓഫ് ഇൻകം ഒക്കെ ഉള്ള പാരൻസിന് ആ ഒരു ഇൻകം ആണ് ഉള്ളതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ 1500 പെർ മന്ത് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം പറയാം, ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതൊരു പ്രൊഫഷണൽ കൊമേഴ്സ് കോഴ്സുകളിലും ഏറ്റവും ചീപ്പായിട്ട് ചെയ്യാവുന്ന വൺ ഓഫ് ദ പ്രോമിനൻറ്റ് കോഴ്സാണ് അൺഡൗട്ടഡ്ലി ഏത് CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഫീസുകൾ ട്യൂഷൻ ഫീ മാത്രം മാറിക്കൊണ്ടിരിക്കും, ബാക്കിയുള്ള ഫീകളൊക്കെ കോമൺ ആണ് സാർ. അപ്പം ഫീൻ്റെ ഏകദേശം പാരൻസിന്, കാരണം ഇത് പ്രധാനമായിട്ട് പാരൻസിനാണ് ഗുണം ചെയ്യാം. കുട്ടികളെക്കാട്ടും കൂടുതൽ പാരൻസ് ആണ് കുറച്ചുകൂടി ബോധം എടുക്കണം. അവർക്ക് എത്ര എമൗണ്ട് ഏകദേശം മനസ്സ് കാണല്ലോ നമ്മളല്ലേ, അതിന് ഓരോ സ്റ്റേജിൽ മതിയല്ലോ. ഫൗണ്ടേഷൻ ഇത്ര എമൗണ്ട്, പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ. പിന്നെ സാറേ, ഞാൻ ഈ എമൗണ്ടിനെ പറ്റി സാർ പറഞ്ഞപ്പോൾ ഞാൻ ആടിത്തോട്ടെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്യൂഷൻ ഫീസും എല്ലാ ഫീയും കൂടെ കൂടിയിട്ട് ഒരു 4 വർഷത്തിലാണ് ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അതിനിടയ്ക്ക് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങോട്ട് ഏണിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2,50,000 അല്ലെങ്കിൽ 3,00,000 നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ CA പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ICAI ഓരോ അറ്റംപ്റ്റിലും പാസ്സാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്താറുണ്ട്. അതിൽ കഴിഞ്ഞ തവണ ജസ്റ്റ് 3-4 മന്ത്സ് മുമ്പ് ICAI നടത്തിയ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 12,50,000 പെർ ആനായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന പൈസ എത്ര മാസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ലത്. അപ്പോൾ ഏതൊരു സിനാരിയോയിലും, ഇനി അത്ര വലിയ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും, നിങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് ഒരു 50,000 മിനിമം, ഏറ്റവും ലോവർ കൺസർവേറ്റീവ് ആയിട്ടുള്ള എമൗണ്ടാണ് ഞാൻ പറയുന്നത് 50,000. ഇനി ഇന്ത്യക്ക് പുറത്തൊക്കെ നിങ്ങൾ GCC കൺട്രീസിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 6 ഡിജിറ്റ് ഫിഗർ ഒരു മന്ത്ലി കിട്ടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റിൻ്റെ ഒരു നമ്പറും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം പല കോഴ്സും പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ ജോബ് തിരയേണ്ട ഒരു ഇവിടെ നമുക്ക് അതില്ലല്ലോ. അതില്ല, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് പ്ലേസ്മെന്റ് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജോബ് കണ്ടെത്താൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളെ പല കുട്ടികളും നമ്മുടെ ഓൺലൈൻ ശീലിച്ച കുട്ടികളാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാണാറുണ്ട്, +2 എക്സാമിനേഷന് വേണ്ടി കാണാറുണ്ട്, അതുപോലെ തന്നെ ആപ്പിലൂടെ ബാച്ചിലൂടെ കാണാറുണ്ട്. അപ്പോൾ CA പോലുള്ള കോഴ്സുകൾക്ക് ഓൺലൈൻ എത്രത്തോളം എഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? യെസ്, അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊറോണയ്ക്ക് ശേഷമാണല്ലേ ഓൺലൈൻ ഇത്രയും ട്രെൻഡ് ആയത്. ഇപ്പോൾ ബബി സാറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആയിരക്കണക്കിന് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഓൺലൈനാണ് അല്ലേ, റിയലി ഓൺലൈനാണ്. യൂട്യൂബ് ലൈവിലൊക്കെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ആപ്പ് ത്രൂടെ ആണെങ്കിലും. അപ്പോൾ Xylem CAയിലും നമ്മുടെ ഇന്റർ ക്ലാസ്സസും ഫൗണ്ടേഷൻ ക്ലാസ്സസും ഒക്കെ ഓൺലൈൻ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ റിസൾട്ടിലൊക്കെ ഏറ്റവും നല്ല മാർക്ക് മേടിച്ചതൊക്കെ ഓൺലൈനിലെ പിള്ളേരും നമുക്ക് മാർക്ക് മേടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ നാഷണൽ CA ഫൗണ്ടേഷൻ ടോപ്പർ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആക്ച്വലി ഓഫ്ലൈൻ വന്ന് പഠിച്ചവരല്ല, ഓൺലൈൻ പഠിച്ച പിള്ളേരുമാണ്. അപ്പോൾ ഓൺലൈൻ നമ്മൾ നമ്മുടെ Xylem ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, Xylem ലേണിംഗ് ആപ്പ്. അതുപോലെ തന്നെ നമ്മൾ വെബിലാണെന്നുണ്ടെങ്കിൽ Xylem.live-ലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ കാണാം. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചാണ് നമ്മൾ ക്ലാസ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഫാക്കൽറ്റി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഡൗട്ടുകൾ അവർക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഡൗട്ട് ക്ലിയറൻസ് കമൻറ്റ് ബോക്സ് ത്രൂ തന്നെ ഉണ്ടാവും. ആ രീതിയിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും, അല്ലാതെ റെക്കോർഡർ ക്ലാസ് ആ ഒരു രീതിയിലോട്ടൊന്നും ആയിരിക്കില്ല. അതെ അതെ, നമ്മുടെ ആപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ PW ആയിട്ടാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന അതേ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഓൺലൈൻ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. +2 അക്കൗണ്ടൻസി ഒക്കെ നമുക്ക് ആപ്പിൽ എടുക്കാൻ സമയത്ത് ശരിക്കും നമുക്ക് കിട്ടാറുണ്ട്. കാരണം കുട്ടികൾ എന്നോട് വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും, സാറേ ഇത് ഓൺലൈനിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് സാർ പറഞ്ഞ പോലെ ഡൗട്ട് വരുന്നു, അത് വീണ്ടും നമ്മൾ ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ ഒരു ക്ലാസ് റൂമിൽ അതേ ഫീൽ നമുക്ക് ഫേസ് കാണുന്നില്ലെങ്കിൽ പോലും ക്ലാസ് റൂമിൽ അതേ ഫീൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി മാത്രമല്ല, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ നിങ്ങളുടെ ടേബിളിൽ നമ്മൾ എത്തുന്നുണ്ട്. ഓരോ കുട്ടികളുടെയും ഡൗട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ നമുക്ക് അറിയാം, ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് അറിയാം സ്ഥിരമായിട്ട് വരുമ്പോൾ. അപ്പോൾ ഓൺലൈനിലും നമ്മൾ കത്തി നിൽക്കുകയാണ് ഉറപ്പായിട്ടും. പിന്നെ ഓൺലൈനിലെ കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് സാറേ ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ലൈവ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ അവർക്ക് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡർ വീഡിയോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ക്ലാസ്സിൽ ചെയ്ത എല്ലാ നോട്ട്സും മറ്റു കാര്യങ്ങളും അവർക്ക് ഫയൽസ് ഓപ്ഷനിൽ അതും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ Xylem സ്റ്റോർ വഴി അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ വർക്ക് ബുക്ക് മെറ്റീരിയൽ കണ്ടൻറ്റൊക്കെ അവർക്ക് ഫിസിക്കൽ ഹാർഡ് കോപ്പി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പോസ്റ്റൽ അഡ്രസ്സിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളിലുണ്ട്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മോഡ് എന്നുള്ളതല്ല, നമ്മൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. നിങ്ങളെ കംഫർട്ട് ഓഫ് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് Xylem CA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ +1 കൊമേഴ്സിലേക്ക് കുട്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കോർ സബ്ജക്റ്റായ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡി, എക്കണോമിക്സ് ഇതെല്ലാം കഴിഞ്ഞ് ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. അതിൻ്റെ അകത്ത് മാത്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ മാത്സ് ടഫായൊരു കുട്ടി എന്ത് ചെയ്യും, നേരെ ഈ മാത്സ് ഇല്ലാത്ത സ്കൂൾ നോക്കി സെലക്ട് ചെയ്യും.
ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ സ്കൂളായി കുട്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്സ് പഠിക്കാത്തൊരു കുട്ടി, മാത്സ് ഓപ്ഷണലായിട്ട് പഠിക്കാത്തൊരു കുട്ടി +2 കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വരും, അല്ലെങ്കിൽ CA സെലക്ഷൻ അല്ലെങ്കിൽ CA സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ മാത്സ് ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇന്ന ബുദ്ധിമുട്ട് ഉണ്ടാവുമോ, അത് കുട്ടിയൊക്കെ ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? സർ, മാത്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഒരു പേപ്പറാണ് ആക്ച്വലി മാത്സ്, 100 മാർക്സിൻ്റെ പേപ്പറാണ്. അതിൽ നമുക്ക് മിനിമം 40% മാർക്ക് വേണം. ഇൻ്റർമീഡിയറ്റിലോട്ടും ഫൈനലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നില്ല. മാത്സിൻ്റെ അപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും മാത്സിൻ്റെ അപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ Xylem CAയിൽ മാത്സ് പ്രോബ്ലമുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ പാത്വേ സീരീസിലൂടെ മറ്റുമൊക്കെ മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യുന്നൊരു അറേഞ്ച്മെൻറ്റ്സ് നമ്മളിവിടെ ആക്ച്വലി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആക്ച്വലി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിലൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പഠിച്ച് പോകാവുന്ന ഒരു സംഭവം മാത്രമേ മാത്സ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേപ്പറാണ് നിങ്ങൾക്ക് ഉള്ളത്, അല്ലാതെ മാത്സ് എന്നുള്ള പേപ്പർ അല്ല. അതായത് മാത്സ് അവർക്ക് +1 +2 കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, റിലേഷൻ ഫംഗ്ഷൻ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ട്രിഗണോമെട്രി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് അല്ലല്ലോ ഇവിടെ ഫൗണ്ടേഷനിൽ വരുന്നത്. യെസ്, ആ ചാപ്റ്റേഴ്സിന്റെ സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അതൊരു ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ബിസിനസ്. ആ ഒരു ഓറിയന്റേഷനിലാണ് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രോബബിലിറ്റി അത് ഇവിടെ ഒരു മെയിൻ ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഫോർ ഫിനാൻസ്, ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ ഒരു പേപ്പർ മെയിൻ ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് അവിടെ എന്തല്ല, മെയിൻ ചാപ്റ്റർ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓറിയന്റേഷൻ ഡിഫറൻ്റ് ആണ്. അവിടെ പ്യുവർ മാത്തമാറ്റിക്സ് സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ത്രൂ നമ്മുടെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിനേക്കാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടെ ടഫ് ആവില്ല. അപ്പോൾ അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ നിങ്ങളിവിടെ ട്രെയിൻ ചെയ്യും. പിന്നെ മാത്സിൻ്റെ പേപ്പറിൽ തന്നെ നമുക്ക് 20 മാർക്സിന് ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി മാത്സ് നല്ല പ്രശ്നമുള്ള ആളുകൾക്ക് സ്റ്റാറ്റി ഉണ്ട്. സ്റ്റാറ്റി ഇൻ ദ സെൻസ് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോബബിലിറ്റി അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ച്വലി കുട്ടികൾ പഠിക്കുന്നുണ്ട് സാർ. അതെ. മാത്സ് ഇല്ലാത്ത കുട്ടികളും എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കുറച്ച് പഠിക്കുന്നുണ്ട് കുട്ടികൾ, മീൻ മീഡിയം മോഡ്. യെസ്. ആ ബേസ് മാത്രമല്ല, നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് വരുന്നുണ്ട്. എന്നാലും അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സാറേ അതൊന്നും ഒരു പ്രശ്നമുള്ള വിഷയമല്ല. പിന്നെ നമ്മൾ ക്ലാസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി അടിപൊളിയായിട്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യും, ക്ലാസ് കൊടുക്കും, അവരെ എക്സാംസ് കണ്ടക്ട് ചെയ്യും, അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അവരെ പാസ്സാവുന്ന ലെവലിലോട്ട് നമുക്ക് എത്തിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ഇന്ന് Xylem CAയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ കെയർഫുൾ ആയിരിക്കണം, അവർ വർക്ക് ചെയ്യാൻ എന്തായിരിക്കണം, തയ്യാറായിരിക്കണം സാറേ. ഇപ്പോൾ സാറ് ബിസിയാണെന്ന് അറിയാം. എന്തായാലും നമ്മുടെ +2 കൊമേഴ്സ് കുട്ടികൾ നമ്മോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളാണ് ഞാനും സാറേ കൺവേ ചെയ്തത്. അപ്പോൾ എന്തായാലും കുട്ടികൾ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ മക്കൾ ചോദിച്ച ചോദ്യം അവർക്ക് വേണ്ടി മാത്രമല്ല, അവരെ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് തീർച്ചയായും നമുക്ക് അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ, ഒരു നല്ലൊരു ശതമാനം, നല്ലൊരു % നമുക്ക് ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കാം. ഇനി സാറിനോട് ഒരു ടു ബി ഫ്രാങ്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമുക്ക് ഒരു കുട്ടി സാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു CA കാരനാണോ, ഇയാൾ +2 കഴിഞ്ഞിട്ടുണ്ട്, അപ്പം എന്തായിരിക്കും ഒരു ജെന്യൂൻ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് സാറിൻ്റെ ആൻസർ എന്തായിരിക്കും? അവരോട് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഡിഗ്രി ഒക്കെ പോയ ആളാണ്. അപ്പോൾ +2 കഴിഞ്ഞ്, ഇപ്പോൾ ഒരുപാട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് +2 കഴിഞ്ഞ ആളുകളായിരിക്കും. +2 കഴിയുന്നത് വരെ CA ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഒരാളാണ് ഞാൻ ഇന്ന് സാറോട് സംസാരിക്കുമ്പോൾ ഞാൻ 7ാമത്തെ വർഷത്തിലോട്ട് കിടക്കുകയാണ് ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റ് ആയതിനു ശേഷം. അപ്പോൾ ഇത്രയും കാലത്തിൽ ഞാൻ ഇവിടെ 10,000-കണക്കോളം പിള്ളേരെ ഞാൻ CAക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച ഒരുപാട് പേര് പാസ്സായിട്ട് ഇന്ന് എംപ്ലോയ്മെൻറ്റും പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് CAയിൽ ഒരു മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്നും പഠിക്കുന്ന രീതിയിൽ 24 hours പഠിക്കുക എന്നുള്ളതല്ല, എന്നും പഠിക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ തവണ വീണ് പോയാലും ഈ ഒരു കോഴ്സ് എൻ്റെതാണ്, ഇതിൻ്റെ അവസാനം കണ്ടിട്ട് നിർത്തൂ എന്നുള്ളൊരു കറക്റ്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾ കോഴ്സിലോട്ട് വന്നോ. അവിടെ നിങ്ങളുടെ ബ്രില്യൻസോ ഇൻ്റലിജൻസോ അതല്ലെങ്കിൽ IQ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല റെലവൻറ്റ്, മറിച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് കോഴ്സ് ഈസ് ഫോർ യു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ CAയുടെ ഒരു പാസ് റേറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫെയിലിയറൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഞാനും CA ചെയ്യുന്ന സമയത്ത് ഫൈനലിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു ചുവട് ശക്തമായിട്ട് തിരിച്ചടിച്ച് മുന്നോട്ട് നടക്കാനുള്ളൊരു ആർജവം നിങ്ങൾ കാണിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടന്നു വരാം. അത്രമാത്രമാണ് എനിക്ക് വരാനുള്ള ഈ ഒരു CA കോഴ്സിലോട്ട് വരാനുള്ള നമ്മുടെ ഇനിയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയോട് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.